ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജൈനീസ് ടിപ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളിയൊരു കൂട്ടുകറിയാണ് തയ്യാറാക്കുന്നത്. കണ്ണൂരുകാരുടെ കൂട്ടുകറിയാണിത്. എല്ലാവരും ഇപ്പോൾ ഓണത്തിന് കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറിയാണ്. സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൂട്ടുകറി തന്നെയാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് കടലയാണ്. 1/2 കിലോ കടലയുണ്ടാവും ഇത്. അപ്പോൾ ഇത് ഞാൻ കുതിർത്തെടുത്തതാണ്. നന്നായിട്ട് ഓവർനൈറ്റ് വെച്ചാൽ മതി. ഞാൻ ഇന്നലെ വൈകുന്നേരം വെച്ച് ഇപ്പോൾ രാവിലെ എടുത്തതാണ്. അപ്പോൾ ഇത് കടല 1/2 കിലോ ഉണ്ട്. പിന്നെ ചേന, ഈ ഒരു വലുപ്പത്തിലുള്ള ചേനയാണ് ഞാൻ എടുക്കുന്നത്. ഇത്രയും കായ്, 2 പച്ചക്കായ്. അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വരാം. പച്ചക്കറി കട്ട് ചെയ്തെടുക്കുന്നതിനിടയിൽ നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ടെടുക്കണം. നന്നായി തന്നെ ആദ്യം നമ്മൾ കടല മാത്രമാണ് വേവിക്കുന്നത്. ഇതിലൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ പച്ചക്കായ്, ചേന ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കടല വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടലയുടെ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇത്രയും കുക്ക് ചെയ്തെടുത്താൽ മതിയേ, ഒരുപാട് കുക്കാകരുത്. വേണ്ടോ? ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ പച്ചക്കായ ഇട്ട് കൊടുക്കാം. ചേന കട്ട് ചെയ്തതും, ഈ കുക്കറിൽ ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ. ഈ വെജിറ്റബിൾ ആഡ് ചെയ്താൽ. ആദ്യം ഞാൻ കടല വേവിച്ചത് 3 വിസിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഇതുപോലെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അല്പം തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജീരകം, ഒരു വലിയ സ്പൂൺ തന്നെ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി എടുക്കാം. ഇതാണ് കുറച്ചുകൂടെ നല്ലത്. ടേസ്റ്റും ഒക്കെ ഇതിനാണ്. അപ്പം ഇത് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് നമ്മുടെ ജീരകം നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ ഉള്ളി ഇവിടെ ചെറുതായിട്ടൊന്ന് വളർന്ന് വന്നിട്ടുണ്ട്. ചെറിയൊരു ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് നല്ലത്. പിന്നെ അതുപോലെ നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നന്നായി തന്നെ ഫ്രൈ ആയി കിട്ടുക. അല്പം എണ്ണയാകുമ്പോൾ നമ്മളതൊരു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ, തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഒരു ശരിയായ രീതിയിലായി വരില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ എപ്പോഴും ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നന്നായി ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്തെടുക്കുമ്പോൾ. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഓഫായി പോയിട്ടാണ്. അത്രയും തന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ മല്ലിപ്പൊടി ഇടുമ്പോൾ ഒരല്പം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അത് വേണ്ടാന്നുള്ളവർക്ക് ഇടണ്ട കേട്ടോ. ഇതൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്താൽ മതി. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ആ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നല്ല അതിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മളിതിൽ ഇട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കിയെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തേങ്ങ വറുത്ത ചൂട് കിടന്ന് തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒക്കെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതൊന്ന് അല്പം തണുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരച്ചെടുക്കുകയൊന്നും വേണ്ട. നമ്മുടെ പച്ചക്കറികൾ അതുപോലെ കടലയൊക്കെ നന്നായി പാകത്തിന് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്. ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂടൊന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തുറന്ന് എടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കണം. നമ്മൾ വറുത്തെടുത്ത് വെച്ച തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നന്നായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഇതുപോലെ ഇത്രയാക്കിയാൽ മതി. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. ഇത് നമുക്ക് നമ്മുടെ ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇനി നമുക്ക് അല്പസമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യാനൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാനിതൊരു വേറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു കൂട്ടുകറിയാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. മല്ലിപ്പൊടി ചേർക്കാതെയും ഞാൻ മല്ലിപ്പൊടി ഒന്നും ഇടാണ്ട് മുളക് പൊടി മാത്രം ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാറുണ്ട്. മല്ലിപ്പൊടി ഇട്ട് നോക്കിയപ്പോൾ അതൊരു ചെറിയൊരു ഫ്ലേവർ, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം അതുപോലെയും കൂടെ ഒന്ന് നോക്കി നോക്കൂ. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. നമ്മളെല്ലാം കുക്ക് ചെയ്തെടുത്തായിരുന്നല്ലോ, തേങ്ങയൊക്കെ വറുത്തെടുത്താണ്. ഇത്രയും മതി. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒന്ന് താളിക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ കടുക്, 3 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും കറിവേപ്പില, ഇതിലേക്ക് ഞാനിനി അല്പം തേങ്ങ, ഇത് ചിരകിയെടുത്ത തേങ്ങയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു വലിയ സ്പൂൺ തന്നെയുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതല്പം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചതാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ ചൂടിൽ കിടന്ന് ജീരകം നല്ല ഫ്രൈ ആയിക്കോളും.
ഓക്കെ, നമ്മൾ വറവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഒരു കൂട്ടുകറിയുടെ സ്മെല്ല്, ജീരകത്തിൻ്റെയൊക്കെ ആ ഫ്ലേവർ നന്നായിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റിയായ ഒരു കൂട്ടുകറിയാണ് നമ്മൾ കണ്ണൂർ സ്റ്റൈലിലുള്ള കൂട്ടുകറി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരു കൂട്ടുകറി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സദ്യ ഗംഭീരമാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കൂട്ടുകറി ഉണ്ടാക്കി നോക്കൂ. ഇത് ഞാൻ ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു കൂട്ടുകറി അല്പം തണുക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി വരും കേട്ടോ. ആ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. തണുക്കും തോറും കുറച്ച് ഡ്രൈ ആയി വരും ഇത്. നിങ്ങൾക്ക് ഈ ഒരു കൂട്ടുകറി ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്. താങ്ക് യു.